നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരെത്തിയല്ലോ. നമസ്കാരം. അരവിന്ദേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായോ? കഷ്ടിച്ചൊരു 10 മിനിറ്റ്. ഇത് രാജീവൻ, പെൺകുട്ടിയുടെ അച്ഛനാ. ഇത് തമ്പി, ഇതാണ് ശ്രീകല. ശ്രീകലയുടെ അമ്മ സുകുമാരി അമ്മയാണിത്. എന്റെ മോള വർഷ. ചെറുക്കനെ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വരൂ വരൂ വരൂ, അകത്തേക്ക് വരൂ. നീ എന്താ ഒരുമാതിരി കഷായം കുടിച്ച പോലെ? ദേ, എല്ലാവരുടെ മുന്നിൽ സ്മാർട്ട് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നീ വാ വാ മോനെ. ഇത് എന്റെ ഭാര്യ സുമ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അരവിന്ദൻ നിങ്ങളോട് വിശദമായി പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചുമതലയുണ്ടല്ലോ. സാമ്പത്തികമായി നോക്കുമ്പോ നിങ്ങളുടെ അത്രയും മെച്ചപ്പെട്ടതല്ലെങ്കിലും അത്ര മോശമല്ലാത്തൊരു ചുറ്റുപാടാ ഞങ്ങളുടേതും. ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ മോളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതെന്ന് പറയുന്നതൊക്കെ അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സാമ്പത്തികത്തെക്കാൾ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് പെൺകുട്ടിയുടെ തറവാട്ട് മഹിമയ്ക്കും യോഗ്യതയ്ക്കുമാണ് രാജീവൻ. അത് രണ്ടും ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് ആയത്. അതെ, ഞങ്ങൾ അത്രേ നോക്കുന്നുള്ളൂ. പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട കല്യാണം അധികം താമസിയാതെ തന്നെ നടത്തണമെന്നുണ്ട്. എന്നാ പിന്നെ ആ ചടങ്ങ് ഐശ്വര്യമായിട്ട് നടക്കട്ടെ. എന്താ രാജീവ? ആയിക്കോട്ടെ. സുമേ, മോളെ വിളിക്കേ. ദേ, പെണ്ണ് വരുമ്പോ ശരിക്കും നോക്കിക്കോണം. ഇനി വീട്ടിൽ വന്നിട്ട് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ശ്രീകല, ചായ എടുക്ക. ഹലോ. ഹലോ. കുട്ടിയെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? അമ്മേ, ഇവളാ ദേവൂട്ടിയെ പോലെ തന്നെയല്ലേ? ഏതോ ഒരു സാമ്യം പോലെ, അത്രേ ഉള്ളൂ. എന്താ അമ്മയും മോളും തമ്മിലൊരു സ്വകാര്യം പറച്ചിൽ? കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആവാം. എന്താ നിന്റെ പേര്? ശ്യാമിലി. ഇവള് സംസാരിക്കുന്നുണ്ടല്ലോ, എന്നാലും ഈ രൂപം. കുട്ടിന്ന് നടന്നേ.
നടക്കുന്നേ. നിനക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ കാലിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആന്റിക്ക് എന്തോ ഒരു സംശയം പോലെ. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവള് സംസാരിക്കുന്നുണ്ട്, കാലിന് കുഴപ്പമില്ല. എന്നാലും ഈ രൂപം ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ? അല്ല, സന്ദീപിനൊന്നും കുട്ടിയോട് ചോദിക്കാനില്ലേ? ഇപ്പൊ രണ്ടുപേർക്കും തനിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏയ് വേണ്ട, അതൊന്നും വേണ്ട. അമ്മ സംസാരിക്കുന്നുണ്ടല്ലോ. കുട്ടി പാട്ടും ഡാൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താ കുട്ടി ചോദിച്ചത് കേട്ടില്ലേ? പാട്ട് പാടാൻ അറിയാമോന്ന്? എക്സ്ക്യൂസ് മീ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആന്റി മോന് വേണ്ടി എന്നെ പെണ്ണ് കാണാൻ വന്നതാണോ അതോ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണോ? ശീലെ, കുട്ടിയെ കണ്ടു കഴിഞ്ഞല്ലോ. നമുക്കെന്നാ അടുത്തെന്താന്ന് ആലോചിക്കാം. ആ, അടുത്തത് എന്ത് വേണമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. എന്താ അരവിന്ദേട്ടാ, അതുപോരെ? ആ മതി, അങ്ങനെ ആവട്ടെ. അല്ല രാജീവ? എന്താന്ന് വെച്ചാൽ അരവിന്ദനോട് പറഞ്ഞാൽ മതി. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.